നമസ്കാരം. ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ 2 ദിവസമായി ഞാൻ ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്രാവശ്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏഴിൻ്റെ പണിയാണ്. അപ്പോൾ ഇപ്രാവശ്യം 5 വൈൽഡ് കാർഡുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏഴിൻ്റെ പണി എന്ന് പറയുമ്പോൾ 7 വൈൽഡ് കാർഡാണ് വരേണ്ടത്. അപ്പോൾ ഇനി 2 പേര് കൂടി വരുന്നെന്ന് ആണ് പുതിയ അപ്ഡേഷൻ കിട്ടിയിട്ടുള്ളത്. അതിൽ ഒന്ന് ലക്ഷ്മി നക്ഷത്രയാണ് വരുന്നത്, പിന്നൊന്ന് ആരാണെന്നുള്ളത് എനിക്ക് ഇതുവരെ അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ലക്ഷ്മി നക്ഷത്രനെ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനുമോള് നല്ല ലീഡിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ അനുമോളെ ഒന്ന് കുറച്ച് പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നതെന്ന് തോന്നുന്നു. കാരണം അനുമോളുടെ ഏച്ചിയാണെന്ന് തോന്നുന്നു, ഏച്ചിയാണ്. അപ്പോൾ അനുമോളുടെ ഏച്ച് വരുമ്പോൾ അനുമോളുടെ വോട്ടിങ് സപ്പോർട്ടും എന്തായാലും ഒരു ശതമാനം കുറയും. അപ്പോൾ അതിന് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറച്ചുകൂടി ടൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി നക്ഷത്രയെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്ന് വരുമോ അതോ ഈ ആഴ്ച എപ്പോൾ വരുമോ എന്നുള്ളത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്തായാലും ലക്ഷ്മി നക്ഷത്രം എന്തായാലും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റിയ വേറൊരു കാര്യം, ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം നല്ലൊരു ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ അനീഷ് 1ാം സ്ഥാനത്തുണ്ട്, 2ാം സ്ഥാനത്ത് ഷാനവാസ് ഉണ്ട്. അപ്പോൾ അനീഷും ഷാനവാസൊക്കെ വളരെ ഇന്ന് പ്രേക്ഷക പിന്തുണയുള്ള 2 കണ്ടസ്റ്റൻ്റാണ്. അവർ മാത്രമല്ല, അനുമോളായാലും അതേപോലെ നോറ ഇപ്രാവശ്യം ഇതിലില്ല. പക്ഷേ ആദില ബാക്കിലോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു, ലക്ഷ്മി കയറിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യം. എന്തായാലും പുതിയൊരു ഏഴിൻ്റെ പണി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനെ നമുക്ക് കാത്തിരിക്കാം. കാരണം 2 പേര് കൂടി നമുക്ക് വരുന്നുണ്ടല്ലോ. ഈ 2 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ആൾ എന്തായാലും ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നോക്കാം. എന്തായാലും നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കണം. എന്തായാലും വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ ചെയ്ത സപ്പോർട്ടിന് നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.